സോ ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് റൂദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് ഫോർമുലയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ സ്മോൾ ആംഗിൾ സ്കാറ്ററിങ്ങിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എത്ര പാർട്ടിക്കിൾസ് ആണ് സ്മോൾ ആംഗിൾ സ്കാറ്ററിങ്ങിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത ഇക്വേഷൻ ആയിരുന്നു ഇത് n of theta is equal to nt divided by 4r square into z divided by 2k the whole square into e square by 4 pi epsilon 0 the whole square into 1 by sin raised to 4 theta by 2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് എന്ത് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ, ഇതിലൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഈ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് സോ നമ്മളെ n of theta, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ബിറ്റ്വീൻ ആംഗിൾ തീറ്റ ആൻഡ് തീറ്റ പ്ലസ് ഡി തീറ്റ, അതായത് അതാണ് എൻ ഓഫ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയുടെയും തീറ്റ പ്ലസ് ഡി തീറ്റ എന്ന് പറയുന്ന ചെറിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെയാണ് എൻ ഓഫ് തീറ്റ. അതിപ്പോൾ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്? ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ആദ്യത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഓഫ് തീറ്റ ഡിപ്പെൻസ് ഓൺ സ്മോൾ ടി അല്ലേ. എൻ ഓഫ് ടി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി ആണ്. ടീനെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ തിക്നെസ്. ഓക്കെ, സോ ടി ഈസ് ദ thickness of the material. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള മെറ്റീരിയലിന്റെ തിക്നെസ്സിനെയാണ് എന്ത് വിളിക്കുക? നമ്മൾ സ്മോൾ ടി എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യണത്? റെപ്രസെന്റ് ചെയ്യണത്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മളെ സ്മോൾ ടീനെ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി കേട്ടോ. സോ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ തിക്നെസ്സും വൈ ആക്സിസിൽ നമ്മൾ എൻ ഓഫ് തീറ്റയും കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുക. ഓക്കെ, സോ എൻ ഓഫ് ടി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. സോ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. രണ്ടാമത്തെ ഡിപ്പെൻഡ് ചെയ്യണത് നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എൻ ഓഫ് ടി പിന്നെ ഡിപ്പെൻഡ് ചെയ്യണത് എന്തിനാണ്? ഈ സെഡ് ഹോൾ സ്ക്വയറിനെയാണ് എന്ത് ചെയ്യണത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിൽ സ്മോൾ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമിംഗ് ആയിട്ടുള്ള പ്രൊജക്ടൈലിന്റെ അറ്റോമിക് നമ്പറും ക്യാപിറ്റൽ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള മെറ്റീരിയലിന്റെ അറ്റോമിക് നമ്പറാണ് ക്യാപിറ്റൽ സെഡ്. ഓക്കെ, അപ്പോൾ സ്മോൾ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ ഇൻകമിംഗ് പാർട്ടിക്കിളിന്റെ അറ്റോമിക് നമ്പറാണ് സ്മോൾ സെഡ്. ക്യാപിറ്റൽ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ദി മെറ്റീരിയൽ വി കൺസിഡേർഡ്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള മെറ്റീരിയലിന്റെ അറ്റോമിക് നമ്പറാണ് എന്ത്? ക്യാപിറ്റൽ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എൻ ഓഫ് തീറ്റ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എൻ ഓഫ് തീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ സെഡ് സ്ക്വയർ. ഓക്കെ, സോ ക്യാപിറ്റൽ സെഡ് സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ അറ്റോമിക് നമ്പർ ഓഫ് മെറ്റീരിയൽ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയലിന്റെ അറ്റോമിക് നമ്പറിന് എങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിന്റെ സ്ക്വയറിനാണ് എന്ത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ അഗെയിൻ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വിചാരിക്കുക. സോ ഇവിടെ ക്യാപിറ്റൽ സെഡ് സ്ക്വയറും ഇവിടെ എൻ ഓഫ് തീറ്റ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് എന്ത് ചെയ്യുക നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, തേർഡ് മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? കെനെ. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇൻകമിംഗ് പാർട്ടിക്കിൾ. ഇൻകമിംഗ് പ്രൊജക്ടൈൽ അല്ലെങ്കിൽ ഇൻകമിംഗ് റേഡിയേഷന്റെ കൈനറ്റിക് എനർജിയാണ് എന്ത്? സ്മോൾ കെ അല്ല, ആക്ച്വലി ക്യാപിറ്റൽ കെ ആണ്. ക്യാപിറ്റൽ കെനെ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എൻ ഓഫ് തീറ്റ എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കെ ആണ്. ഓക്കെ, സോ ഇൻകമിംഗ് റേഡിയേഷൻ അല്ലെങ്കിൽ ഇൻകമിംഗ് പ്രൊജക്ടൈലിന്റെ കൈനറ്റിക് എനർജിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ എൻ ഓഫ് തീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by capital K square. സോ എന്താണ്? ഡിപ്പെൻസ് ഇൻവേഴ്സ്ലി ഓൺ കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, ഇൻകമിംഗ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻകമിംഗ് പ്രൊജക്ടൈലിന്റെ കൈനറ്റിക് എനർജിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എന്ത് ചെയ്യുക നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ് ചെയ്യുക. സോ അഗെയിൻ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി കൊടുക്കാം. ഇവിടെ എൻ ഓഫ് തീറ്റ കൊടുക്കുകയാണെങ്കിൽ സോ ദ ഗ്രാഫ് വിൽ ബി ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ കൈനറ്റിക് എനർജി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ എൻ ഓഫ് തീറ്റ കുറഞ്ഞിട്ടാണ് വരുന്നത്. ഈ ഗ്രാഫിന്റെ ഷേപ്പുകൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ഉണ്ടോ? ഓക്കെ, നാലാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ നമുക്ക് ഇക്വേഷൻ നോക്കാം.
നാലാമത്തെ ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ E²/4πε0 ഒക്കെ കോൺസ്റ്റന്റ് ആണ്. സോ അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമില്ല. പിന്നെ n ഓഫ് തീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സൈൻ ടേമിനാണ്. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുക. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. സോ n ഓഫ് തീറ്റ ഡിപ്പെൻഡ്സ് ഓൺ, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്കാറ്ററിംഗ് ആംഗിൾ. സ്കാറ്ററിംഗ് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുക. സ്കാറ്ററിംഗ് ആംഗിളിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുക? 1/sin⁴θ/2. ഇതാണ് എന്ത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡും അതുപോലെ തന്നെ സ്കാറ്ററിംഗ് ആംഗിളും തമ്മിലുള്ള റിലേഷൻ. സോ ഇറ്റ് ഡിപ്പെൻസ് ഇൻവേഴ്സ്ലി ഓൺ സ്കാറ്ററിംഗ് ആംഗിൾ. ഓക്കെ, സ്കാറ്ററിംഗ് ആംഗിൾ എന്ത് ചെയ്യും? അത് ഇൻവേഴ്സ്ലി എന്താ പറയുക, ഇൻവേഴ്സ്ലി ഡിപ്പെൻഡൻ്റ് ആണ്. സോ എഗെയിൻ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ ആംഗിൾ കൊടുക്കാം, സ്കാറ്ററിംഗ് ആംഗിൾ കൊടുക്കാം. സോ സ്കാറ്ററിംഗ് ആംഗിൾ കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേർഡ് n ഓഫ് തീറ്റ നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേർഡ് കൊടുക്കാം. സോ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, സ്കാറ്ററിംഗ് ആംഗിൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? n ഓഫ് തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഓക്കെ, സോ ഇതാണ് 4 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുക. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ഡിപ്പെൻസ് ഓൺ 4 ഫാക്ടേഴ്സ്. ആദ്യത്തെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. തിക്നെസ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടാമത്തെ കാര്യം അറ്റോമിക് നമ്പർ ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ. സാധാരണ ഈ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻകമിംഗ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആൽഫ പാർട്ടിക്കിളും നമ്മൾ ഏതിന്റെ മുകളിലാണോ ഇൻസിഡന്റ് ചെയ്യുന്നത് അത് ഗോൾഡ് ഫോയിലാണ് നമ്മൾ എടുക്കാറ്. ഓക്കെ, ഇപ്പൊ ഇൻകമിംഗ് പാർട്ടിക്കിൾ ആൽഫ പാർട്ടിക്കിളും മെറ്റീരിയൽ നമ്മൾ എടുക്കാറ് ഗോൾഡ് ആണ് എടുക്കാറ്. അത് ഓർമ്മ വെക്കുക. സോ എന്തിന് ഡിപ്പെൻഡ് ചെയ്യും? ആദ്യത്തെ ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ്സിന് ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തെ ഫാക്ടർ മെറ്റീരിയലിന്റെ അറ്റോമിക് നമ്പറിന്റെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയൽ അറ്റോമിക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമത്തെ ഫാക്ടർ കൈനറ്റിക് എനർജിനായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഇൻകമിംഗ് ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻകമിംഗ് റേഡിയേഷന്റെ കൈനറ്റിക് എനർജിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നാലാമത്തെ ഫാക്ടർ സ്കാറ്ററിംഗ് ആംഗിളിനും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്? റൂദർഫോർഡ് സ്കാറ്ററിംഗ് ഫോർമുലയിൽ അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ഫോർമുലയിൽ എന്ത് ചെയ്യാനുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ സ്കാറ്ററിംഗിൽ പറയാനുള്ള കാര്യമാണ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഓക്കെ, ദി ക്ലോസസ്റ്റ് അപ്രോച്ച്. ഓക്കെ, ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യണത്? ഇൻകമിംഗ് ആയിട്ടുള്ള റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾസ് ആണ് ഇൻകമിംഗ് ആയിട്ടുള്ള റേഡിയേഷൻ. അത് എവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്യണത്? ഒരു ഗോൾഡ് ഫോയിലിന്റെ മുകളിൽ വന്നിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മളെ ഇൻകമിംഗ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് വിചാരിക്കുക. ഇതാണ് നമ്മളെ നമ്മളെ ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ ഗോൾഡ് ആറ്റം എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ന്യൂട്രൽ ലൈൻ. എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനാണിത്. സോ ഈ ഡിസ്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ ബി എന്ന് വിളിക്കുക. അത് നമ്മൾ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, സോ ഇതിൽ ആൽഫ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇൻകമിംഗ് ആയിട്ടുള്ള റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചാർജ് ആണ്? ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് ചാർജ് ആണ്? ആൽഫ പാർട്ടിക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആക്ച്വലി ഹീലിയം ന്യൂക്ലിയസ് ആണിത്, അല്ലെ? ഹീലിയം ന്യൂക്ലിയസ് ആണ്. മീൻസ് അത് ഹീലിയം ന്യൂക്ലിയസ് അല്ല, ആൽഫ പാർട്ടിക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂക്ലിയസ് ആണ്. ഏതിന്റെ ന്യൂക്ലിയസ് ആയിരുന്നു മറന്നുപോയി. എന്തായാലും അതെന്താണ്? അതൊരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ, സോ ഇൻകമിംഗ് ആയിട്ടുള്ള റേഡിയേഷൻ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ പാർട്ടിക്കിൾസ് നമ്മളെ ആറ്റത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ, ഓക്കെ, ആറ്റത്തിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, ആറ്റത്തിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആറ്റത്തിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. സപ്പോസ് ദിസ് ഇസ് ദ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളെ ആറ്റത്തിനകത്തുള്ള ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ന്യൂക്ലിയസിന് ഓൾറെഡി എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. നമ്മൾ ഇൻകമിംഗ് ആയിട്ടുള്ള റേഡിയേഷനും എന്ത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു റിപ്പൽഷൻ ഉണ്ടായിരിക്കും, അല്ലെ? നമ്മളെ ഈ ന്യൂക്ലിയസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. ഇൻകമിംഗ് ആയിട്ടുള്ള ആൽഫ റേഡിയേഷനും എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഇത് ഈ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ ആൽഫ പാർട്ടിക്കിളും അതുപോലെ തന്നെ ന്യൂക്ലിയസും തമ്മിൽ എന്തായിരിക്കും? ഒരു റിപ്പൽഷൻ സംഭവിക്കും. ഓക്കെ, റിപ്പൽഷൻ സംഭവിക്കുമ്പോൾ എന്താ നടക്കുക? ഈ ആൽഫ പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി കുറയും. ഓക്കെ, കൈനറ്റിക് എനർജി കുറയും മീൻസ് അതിന്റെ ആ ഒരു സ്പീഡ്, ഇപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇപ്പോൾ ഒരു വി ആണെങ്കിൽ ആ വി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് അതിന്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അത് തമ്മിലുള്ള റിപ്പൽഷൻ കാരണം എന്ത് സംഭവിക്കും? അതിന്റെ കൈനറ്റിക് എനർജിക്ക് കുറവ് വരും.
ഓക്കെ, കൈനറ്റിക് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. വെറും പൊട്ടൻഷ്യൽ എനർജി അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. Okay, so when the alpha particles approaches the gold foil, അല്ലെങ്കിൽ when the alpha particle approaches the nucleus, the kinetic energy of the alpha particles got converted into electrostatic potential energy. ആൽഫ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആൽഫ പാർട്ടിക്കിൾസിന്റെ ഇനീഷ്യലി അതിനുണ്ടായിരുന്ന കൈനറ്റിക് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അതായത് ഇപ്പോൾ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ വിചാരിക്കുക. ആൽഫ പാർട്ടിക്കിൾസ് ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു വിചാരിക്കുക. ഇവിടെ ഈ പാർട്ടിക്കിളിന് പൊട്ടൻഷ്യൽ എനർജി ഒന്നുമില്ല. സോ യു ഈസ് ഈക്വൽ ടു യു വെച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി യു 0 ആണ്. ഇവിടെ ഇതിന്റെ കൈനറ്റിക് എനർജി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് mv² ആണ്. ഓക്കെ, ഇനീഷ്യലി പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു 0 ആണ്. അവിടെ ഉള്ള അതിന്റെ കൈനറ്റിക് എനർജി ആണ്, അവിടെ നമ്മൾ ഹാഫ് mv² ആയിട്ട് വരും. ഓക്കെ, പക്ഷെ ഇത് എന്ത് ചെയ്യും? ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് എത്തുന്തോറും, ഇതിങ്ങനെ ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് എത്തുന്തോറും എന്ത് സംഭവിക്കും? ഇതിന്റെ കൈനറ്റിക് എനർജി കുറയാൻ തുടങ്ങും. കൈനറ്റിക് എനർജി കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി കൂടാൻ തുടങ്ങും. ഓക്കെ, കൈനറ്റിക് എനർജി കുറയാനും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി കൂടാനും തുടങ്ങും. ആൻഡ് ദി പൊട്ടൻഷ്യൽ എനർജി ഈസ് റെപ്രസെന്റഡ് ബൈ യു ഈസ് ഈക്വൽ ടു 1/4πε0 q1 q2 ഡിവൈഡഡ് ബൈ r. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി യു 0 ആയിരുന്നു, പക്ഷേ ഈ പാർട്ടിക്കിൾ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് എത്തുന്തോറും സംഭവിക്കും? ഇതിന്റെ കൈനറ്റിക് എനർജി കുറഞ്ഞിട്ട് കൈനറ്റിക് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് എ പെർട്ടിക്കുലർ പോയിന്റ്, ഇപ്പോൾ സപ്പോസ് ഈ പോയിന്റ് എത്തുമ്പോൾ സംഭവിക്കും? ഇതിന്റെ കൈനറ്റിക് എനർജി ഏറ്റവും മിനിമം ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ സംഭവിക്കും? ഇവിടുന്നാണ് പാർട്ടിക്കിൾ സപ്പോസ് സ്കാറ്റർ ചെയ്യണം വിചാരിക്കുക. സോ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ സംഭവിക്കും? ആ പാർട്ടിക്കിളുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഏറ്റവും മിനിമം ആയിട്ട് മാറും. സപ്പോസ് ഈ ഡിസ്റ്റൻസ് നമുക്ക് കൊടുക്കാം ആർ മിനിമം എന്ന് കണ്ടു കൊടുക്കാം. ഓക്കെ, സോ വെൻ ആർ ഇസ് ഈക്വൽ ടു ആർ മിനിമം, അത് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് നമ്മളെ ഇൻകമിംഗ് റേഡിയേഷൻ ആണ്. സോ വെൻ ആർ ഇസ് ഈക്വൽ ടു ആർ മിനിമ എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി ബിക്കംസ് മിനിമം. നമ്മുടെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? മിനിമം. 0 അല്ല ആവുക, കൈനറ്റിക് എനർജി എന്താവും? മിനിമം ആവും. ആൻഡ് ദി പൊട്ടൻഷ്യൽ എനർജി ബിക്കംസ് എന്താവും? മാക്സിമം ആവും. ഓക്കെ, അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു ആർ മിനിമം, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആർ മിനിമം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ ന്യൂക്ലിയസും നമ്മളെ റേഡിയേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ മിനിമം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ കൈനറ്റിക് എനർജി മിനിമം ആയിട്ട് മാറും. മാത്രമല്ല നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? മാക്സിമം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നോക്കുക, ഇനീഷ്യലി നമ്മളെ കൈനറ്റിക് എനർജി ഹാഫ് mv² മാക്സിമം ആയിരുന്നു, പൊട്ടൻഷ്യൽ എനർജി യു എന്തായിരുന്നു? 0 ആയിരുന്നു. പക്ഷേ ഇപ്പൊ റേഡിയേഷൻ മൂവ് ചെയ്തിട്ട് ആർ മിനിമം എന്നൊരു പൊട്ടൻഷ്യലിലേക്ക് ആർ മിനിമം എന്നൊരു ഡിസ്റ്റൻസിലേക്ക് എത്തുമ്പോൾ സംഭവിച്ചു? നമ്മളെ കൈനറ്റിക് എനർജി മിനിമം ആയി, 0 അല്ല, കൈനറ്റിക് എനർജി മിനിമം ആയി, നമ്മളെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി? മാക്സിമം ആയിട്ട് മാറി. ഓക്കെ, പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എന്ത് നടക്കുള്ളൂ? സ്കാറ്ററിംഗ് നടക്കുള്ളൂ. ഓക്കെ, ഏതൊരു പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്ത് വേണം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പാലിക്കണം. സോ ഇതിപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ എനർജി E1 ആണ് വിചാരിക്കുക, ഈ പോയിന്റിലുള്ള ടോട്ടൽ എനർജി E2 ആണ് വിചാരിക്കുക. സോ E1 ഷുഡ് ബി ഈസ് ഈക്വൽ ടു E2. രണ്ട് പോയിന്റിലുള്ള ടോട്ടൽ എനർജി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ E1 ഈ ഇനീഷ്യൽ ഷുഡ് ബി ഈസ് ഈക്വൽ ടു ഈ ഫൈനൽ. ഇനീഷ്യലുള്ള എനർജിയും ഫൈനൽ എനർജി മീൻസ് ഇവിടെയുള്ള എനർജിയാണ്, ആർ മിനിമത്തിലുള്ള എനർജിനുള്ള ഫൈനൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത്. ആർ മിനിമത്തിലുള്ള എനർജി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇനീഷ്യലുള്ള ടോട്ടൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ എന്ത് വരും? 0 പ്ലസ് ഹാഫ് mv². ഓക്കെ, ഫൈനൽ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ടോട്ടൽ എനർജിയാണ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി നമുക്ക് എന്ത് കൊടുക്കാം? ഹാഫ് mv മിനിമം സ്ക്വയർ. കാരണം ഇവിടെ എത്തുമ്പോൾ എന്താണ്? പൊട്ടൻഷ്യൽ അല്ല, കൈനറ്റിക് എനർജി ഏറ്റവും മിനിമം ആവും. കൈനറ്റിക് എനർജി മിനിമം ആവും മീൻസ് എന്താണ്? അതിന്റെ വെലോസിറ്റി മിനിമം ആണ്. സോ ഹാഫ് mv മിനിമ സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ കൊടുത്തത് എന്താ? നമ്മളത് കൊടുത്തു. സോ 1/4πε0 q1 q2 ഡിവൈഡഡ് ബൈ r മിനിമ അല്ലേ? ഈ ഡിസ്റ്റൻസ് r മിനിമം ആണ്. സോ നമുക്ക് കൊടുക്കാം r മിനിമം ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ്
mv square is equal to എന്ത് കൊടുക്കാം half m v minima square പ്ലസ് ഈ 1/4 q1 q2 by r മിനിമത്തിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം. q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമിംഗ് റേഡിയേഷൻ ആണ്, അതിന്റെ ചാർജ് നമുക്ക് എങ്ങനെ കൊടുക്കാം സ്മോൾ z ഇൻറ്റു ഇ കൊടുക്കാം. q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെറ്റീരിയലിന്റെ ടോട്ടൽ ചാർജ് ആണ്, സോ അതിന് കൊടുക്കാം ക്യാപിറ്റൽ z ഇ കൊടുക്കാം. സോ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം 1/4πε0 സ്മോൾ z ക്യാപിറ്റൽ z z e സ്ക്വയർ ഡിവൈഡഡ് ബൈ r മിനിമം. ഓക്കെ, ലെറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, എന്തൊക്കെ അപ്പോൾ ടോട്ടൽ എനർജി കൺസർവ് ആയിരിക്കണം. സോ കൺസർവേഷൻ ഓഫ് എനർജി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, കൺസർവേഷൻ ഓഫ് എനർജി മാത്രമല്ല കൺസർവേഷൻ ഓഫ് മൊമെന്റും എന്തായിരിക്കണം, എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. സോ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് എന്തായിരിക്കണം, ഇവിടെയുള്ള ടോട്ടൽ മൊമെന്റം, ടോട്ടൽ ലീനിയർ മൊമെന്റ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ആംഗുലർ മൊമെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ പൊസിഷൻ എ ആണ് വിചാരിക്കുക, ഈ പൊസിഷൻ ബി ആണ് വിചാരിക്കുക. എയിലുള്ള ടോട്ടൽ ആംഗുലർ മൊമെന്റും ബിയിലുള്ള ടോട്ടൽ ആംഗുലർ മൊമെന്റ് എന്തായിരിക്കണം, എപ്പോഴും സെയിം ആയിരിക്കണം. സോ നമുക്ക് എന്ത് എഴുതാം, ആംഗുലർ മൊമെന്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറ്, ആംഗുലർ മൊമെന്റ് നമ്മൾ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാറ്. എൽ ഈസ് ഈക്വൽ ടു എം വി ആർ ആണ് നമ്മൾ കൊടുക്കാറ്. എം മാസ്, വി വെലോസിറ്റി, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, സോ ഇനീഷ്യലി ഉള്ള ടോട്ടൽ ആംഗുലർ മൊമെന്റ് നമുക്ക് കൊടുക്കാം എം വി, ആറിന് പകരം എന്ത് കൊടുക്കാം നമുക്ക് ഇമ്പാക്ട് പാരാമീറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ എം വി എന്താ കൊടുക്കാം, ആറിന് പകരം നമുക്ക് ഇമ്പാക്ട് പാരാമീറ്റർ ബി കൊടുക്കാം. ഇതാണ് ഇനീഷ്യലി ഉള്ള ടോട്ടൽ ആംഗുലർ മൊമെന്റം. ഫൈനലി ഉള്ള ആംഗുലർ മൊമെന്റം എന്തായിരിക്കും, ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ മാസ് എം എൻ ആയിരിക്കും, പക്ഷേ വെലോസിറ്റി എന്തായിട്ട് മാറും, വി മിനിമായിട്ട് മാറും. മാത്രമല്ല ഇമ്പാക്ട് പാരാമീറ്റർ ബി എന്തായിട്ട് മാറും, ആർ മിനിമായിട്ടും, ഡിസ്റ്റൻസ് ആർ മിനിമല്ലേ, ആർ മിനിമായിട്ട് മാറും. ഓക്കെ, സോ വി മിനിമ ആർ മിനിമം. ഓക്കെ, സോ എം ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്താ എഴുതാം, വി മിനിമ ഷുഡ് ബി ഇസ് ഈക്വൽ ടു, വി മിനിമത്തിന് ഇവിടെ നിർത്തിക്കിട്ട് ആർ മിനിമത്തിന് അപ്പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ സംഭവിക്കും ബി വി ഡിവൈഡഡ് ബൈ ആർ മിനിമം. ഓക്കെ, ബി മിനിമ ആർ മിനിമം കൊടുക്കാം. ഓക്കെ, ലെറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാം, ഇക്വേഷൻ 2 എടുത്തിട്ട് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. സോ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി മിനിമത്തിന് പകരം ഇത് കൊടുക്കാം. സോ ബി വി ഡിവൈഡഡ് ബൈ ആർ മിനിമ the whole square plus 1/4πε0 z e square divided by r minimum. Okay, so let it be equation number 3. Okay, so ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കണ്ടുപിടിക്കാം, നമുക്ക് ഇതിന് ആർ മിനിമ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഒരു വർക്കായിട്ട് അസൈൻമെന്റ് ആയിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക, ആർ മിനിമം കണ്ടുപിടിക്കുക. ആർ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദി കൈനറ്റിക് എനർജി ബിക്കംസ് മിനിമം ആൻഡ് ദി പൊട്ടൻഷ്യൽ എനർജി ബിക്കംസ് മാക്സിമം. കൈനറ്റിക് എനർജി മിനിമം അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്ന ആ ഡിസ്റ്റൻസ്, ന്യൂക്ലിയസും നമ്മളെ റേഡിയേഷൻ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ആർ മിനിമം എന്ന് വിളിച്ചത്. അത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇക്വേഷൻ 3 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതല്ല ക്ലോസസ്റ്റ് അപ്രോച്ച്. ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നേരത്തെ ആ ഫിഗർ ഒന്നുകൂടി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാണ് നമ്മളെ ന്യൂക്ലിയസ്, ഇതാണ് നമ്മളെ ഇൻകമിങ് റേഡിയേഷൻ. സോ ദിസ് ഈസ് ദ എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ബി ഈക്വൽ ടു 0 ലൈൻ എന്താണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ബി. ഓക്കെ, സോ ദിസ് ഈസ് ദ ന്യൂക്ലിയസ്. ഓക്കെ, സോ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, നമ്മൾ ആർ മിനിമ. ഇവിടെയാണ് എന്തുണ്ടാവുക, നമ്മളെ പൊട്ടൻഷ്യൽ, ഈ പോയിന്റിലാണ് എന്തുണ്ടാവുക, നമ്മളെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം കൈനറ്റിക് എനർജി മിനിമം ആണെന്ന് പറഞ്ഞു. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം കൈനറ്റിക് എനർജി മിനിമം എന്നാണ് പറഞ്ഞത്. കൈനറ്റിക് എനർജി 0 എന്നല്ല, കൈനറ്റിക് എനർജി മിനിമം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് കൈനറ്റിക് എനർജി 0 ആവുക,
കൈനറ്റിക് എനർജി 0 ആവുന്ന കണ്ടീഷൻ എന്തായിരിക്കും? കൈനറ്റിക് എനർജി 0 ആവണമെങ്കിൽ നമ്മൾ റേഡിയേഷൻ എന്തായിരിക്കണം? ഈ ലൈനിൽ കൂടെ ആയിരിക്കണം പോയിന്റ് ആവുക. ഓക്കെ, ഈ ലൈനിൽ കൂടെ പോകണതെങ്കിൽ ഇത് ഇതേപോലെ തന്നെ തിരിച്ചിങ്ങടനെ വരും. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ ഡിസ്റ്റൻസിൽ എന്ത് കിട്ടും? നമ്മളെ കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറും. ഓക്കെ, സോ കൈനറ്റിക് എനർജി 0 ആവുന്ന ആ ഡിസ്റ്റൻസ്, ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് വിത്ത് വിച്ച് ദി കൈനറ്റിക് എനർജി ഓഫ് ദ റേഡിയേഷൻ ബിക്കംസ് 0. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസിലാണ് കൈനറ്റിക് എനർജി 0 ആണെന്ന് വിചാരിക്കുക. സോ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെന്ന് വിചാരിക്കുക. സോ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദി റേഡിയേഷൻ അറ്റ് വിച്ച് ദി കൈനറ്റിക് എനർജി ഓഫ് ദ റേഡിയേഷൻ ബിക്കംസ് 0. ന്യൂക്ലിയസും റേഡിയേഷനും തമ്മിലുള്ള ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ നമ്മൾ സപ്പോസ് നമ്മളെ റേഡിയേഷന്റെ കൈനറ്റിക് എനർജി 0 ആവുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുക. ഡിസ്റ്റൻസ് ഓഫ് ദി ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി മിനിമം ആണ് ആവാറ്. പക്ഷേ സപ്പോസ് ഒരു തരത്തിന് സ്കാറ്റർ ചെയ്യുമ്പോൾ നമ്മളെ കൈനറ്റിക് എനർജി, റേഡിയേഷന്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പ്രൊജക്ടൈലിന്റെ കൈനറ്റിക് എനർജി 0 ആവുകയാണെങ്കിൽ then the distance between the nucleus and the radiation is known as the distance of the closest approach. അപ്പോൾ ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്റ്റൻസ് ഓഫ് ദി ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുക. സോ in order to find distance of closest approach, നമ്മൾ എന്ത് ചെയ്യുക? put b equal to 0 in equation 3. ഓക്കെ, ഇക്വേഷൻ 3ൽ എന്ത് കൊടുക്കുക? ബി ഈക്വൽ ടു 0. കാരണം ഈ ഒരു ലൈൻ എന്താണ്? ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈന്. ഓക്കെ, ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനിൽ കൂടെ നമ്മളെ റേഡിയേഷൻ പോകുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുക? കൈനറ്റിക് എനർജി 0 ആവുന്ന ഒരു കേസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, വേറെ ഏത് ബിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? കൈനറ്റിക് എനർജി മിനിമം ആവുള്ളൂ, ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. ഓക്കെ, അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു ആക്സിസിൽ കൂടെയാണ് നമ്മൾ റേഡിയേഷൻ പാസ് ചെയ്യണതെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്തായിട്ട് മാറും? നമ്മളെ കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറും. സോ അത് കിട്ടാൻ എന്ത് ചെയ്യുക? ഇതിൽ ബി ഈസ് ഈക്വൽ ടു എന്തിട്ട് കൊടുക്കുക? ബി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. സോ നമുക്ക് അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ 0 ഇട്ട് കൊടുത്ത് ഈ ടേം മൊത്തം പോലെ. സോ ബാക്കി എന്തുണ്ടാവുള്ളൂ? ബാക്കി ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വിൽ ബി ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 z square divided by r മിനിമം ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഡി കൊടുക്കാം. കാരണം നമുക്ക് ഡി ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഡിയിലാണല്ലോ എന്തുണ്ടാവുക? ബി 0 ആവുന്നതും നമ്മളെ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്നതും പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നതും. സോ നമുക്ക് എന്ത് കൊടുക്കാം? ഡി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/4 pi epsilon 0 z square divided by ഹാഫ് എം വി സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ കെ ആണല്ലോ. സോ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഇതിനെ കെ എന്ന് കൊടുക്കാം. ഓക്കെ, സോ അറ്റ് ദിസ് ഡിസ്റ്റൻസ്, ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇതിനെ നമ്മൾ വിളിക്കുക ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഫ്രം വിച്ച് at which the kinetic energy of the radiation or the projectile becomes 0. പ്രൊജക്ടൈൽ അല്ലെങ്കിൽ ഇൻകമിംഗ് റേഡിയേഷന്റെ കൈനറ്റിക് എനർജി 0 ആവുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്റ്റൻസ് ഓഫ് ദി ക്ലോസസ്റ്റ് അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക എങ്ങനെയാണ്? ഇക്വേഷൻ 3ൽ നമ്മൾ ഇക്വേഷൻ 3ൽ എന്ത് ചെയ്യുക? ബി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനിൽ കൂടെ സ്കാറ്ററിംഗ് നടക്കുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? കൈനറ്റിക് എനർജി 0 ആവുള്ളൂ. സോ ആ ഇക്വേഷൻ ബി ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ഓഫ് ദി ക്ലോസസ്റ്റ് അപ്രോച്ച് കിട്ടും. അത് നമ്മൾ ഡി എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തു. സോ ഈ ഡിസ്റ്റൻസിലാണ് എന്തുണ്ടാവുക? കൈനറ്റിക് എനർജി ഓഫ് ദി റേഡിയേഷൻ 0 ആയിട്ട് മാറും. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് റൂദർഫോർഡിന്റെ സ്കാറ്ററിംഗ് മോഡലിലെ ആറ്റം മോഡലിനെ പറ്റിയിട്ട് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റൂദർഫോർഡ് മോഡൽ നമ്മൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോർ മോഡലാണ്. സോ എന്തായിരുന്നു റൂദർഫോർഡ് മോഡലിലെ ഡ്രോബാക്സ് എന്നും എങ്ങനെയാണ് അത് ഫെയിലിയർ ആയി എന്നുള്ളതും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.